വീണ്ടും ഞാൻ കുറച്ച് ചെടിയാണെന്ന് പറഞ്ഞത് ഇന്ന് വീട്ടിൽ നട്ടുപിടിപ്പിച്ച് ചെറിയ കവറുകളിലാക്കി നട്ടുപിടിപ്പിച്ച ചെടി ഉണ്ടായിരുന്നു. പിന്നെ മണ്ണുത്തി എന്നൊരു ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നു, നീലമരി. അതും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മണ്ണുത്തിയിൽ പുലികളി കാണാൻ പോയതാണ്. അപ്പോൾ പുലികളി കാണാൻ പോയപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ മണ്ണുത്തി പോകാമെന്നായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ വാങ്ങിച്ചതാണ്. അവിടെ എന്തെങ്കിലും പൂവുള്ള ചെടി വാങ്ങാമെന്ന് പറഞ്ഞാണ് ചെന്നത്. പക്ഷേ പൂവുള്ള ചെടികളൊന്നും അവിടെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പിന്നെ ഓർക്കിഡ് വാങ്ങിക്കാമെന്ന് ഓർത്ത്. ഓർക്കിഡിന് ഭയങ്കര വില. ഓർക്കിഡിന് 400 രൂപയൊക്കെ പറയണം. ഇത്രയും വിലയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഓർക്കിഡിൻ്റെയൊക്കെ വില ചോദിക്കുന്നത്. പിന്നെ റംബൂട്ടാനും ചോദിച്ചു. അതിനും നല്ല വിലയുണ്ട്. പക്ഷേ പിന്നെ നമുക്കിവിടെ സ്ഥലവും ഒക്കെ ഇത്തിരി കുറവായ കാരണം ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. എന്നാലും റംബൂട്ടാൻ ഒരു തൈ മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ നഴ്സറി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് അറിയാൻ ആൾക്കാരിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. പിന്നെ അവിടെ നിന്ന് മണ്ണുത്തിന്ന് കുറച്ച് വിത്താണ് ഞങ്ങൾ വാങ്ങിച്ചത്. പല വിത്ത് വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. വിത്ത് അവിടുത്തെ നല്ല വിത്തായിരിക്കുമല്ലോ. വിത്ത് ഞങ്ങൾ ഇതിന് മുമ്പും പോസ്റ്റലായിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് മണ്ണത്തിന്ന്. അപ്പോൾ വിത്ത് നല്ലതായിരുന്നു. അത് വിശ്വാസത്തോടുകൂടി വാങ്ങിക്കാം. ബാക്കിയെല്ലാവരും എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. അതാണ് പിന്നെ നീലമരി നമുക്ക് ഏതായാലും ആവശ്യം വരുമല്ലോ മുടിയിലൊക്കെ പെരട്ടാനായിട്ട്. അങ്ങനെ അത് വാങ്ങിച്ച്. പിന്നെ ഈ ചെടികളൊക്കെയാണ് ഇന്ന് നടന്നത്. അതിനുവേണ്ടി ഞാൻ ചട്ടിയിൽ ഇലയും മണ്ണൊക്കെയും വളമൊക്കെ ഇട്ട് വെച്ച് ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചാണ്. ആദ്യം തന്നെ നീലമരിയാണ് പറഞ്ഞത്. നീലമരിയുടെ മണ്ണ് ഇത്തിരി ഹാർഡ് മണ്ണാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ഒരു കവറിൽ നിറക്കണ മണ്ണ് പോലെയല്ല, നഴ്സറി മണ്ണ് പോലത്തെ മണ്ണാണത്. അത് ശരിക്കും പറഞ്ഞാൽ അത് ആ ചട്ടിയിൽ ഇടാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു. നമുക്കൊരു മണ്ണ് പിടിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല മണ്ണാണോ ചീത്ത മണ്ണാണെന്ന്. അപ്പോൾ എനിക്ക് നല്ല മണ്ണായിട്ട് തോന്നില്ല. പിന്നെ അത് മാറ്റിയിലിട്ടാ ചട്ടിയിൽ തന്നെ അങ്ങനെ വെച്ച്. പിന്നെ അതിൻ്റെ മേളിലോട്ട് നമ്മുടെ മണ്ണ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആഫ്രിക്കൻ മല്ലി നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആഫ്രിക്കൻ മല്ലി എന്ന് വെച്ചാൽ മറ്റേ മല്ലിച്ചെടി വളർത്താനായിട്ട് ഭയങ്കര പാടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനത് മറ്റേ മല്ലി മുളപ്പിച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ അത് ഇങ്ങനെ കൂടി നിൽക്കണ കാരണം എനിക്കതങ്ങനെ വലിയ സുഖമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇത് ഞാനൊരിടത്ത് കണ്ടപ്പോൾ ചേച്ചി പറഞ്ഞത് നല്ല ചെടിയാണ്, മല്ലിയുടെ ടേസ്റ്റ് തന്നെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് ചേച്ചി പറഞ്ഞാൽ എനിക്ക് തന്നതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ചെടിയായിട്ട് ഒരെണ്ണം തന്നത് പോയി. രണ്ടാമത് നട്ടാക്കണാണ് പിടിച്ചാക്കണത്. പിന്നെ ഒരു കൂട്ടുകാരത്തി തന്നെ കേട്ടോ പുതിന. എന്നിട്ട് ഞാനൊരു ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ കൂമ്പൊരെണ്ണം അരിഞ്ഞെടുത്ത്. പക്ഷേ അത് അരിഞ്ഞത് അബദ്ധമെന്നോണ്. അത് പിന്നെ അങ്ങനെ നല്ല രീതിയിൽ വന്നതാണ്. പിന്നെ അതങ്ങനെ വന്നിട്ടില്ല. പിന്നെ അതിൻ്റെ മണ്ണും നടേണ്ട സമയം കഴിഞ്ഞായിരുന്നേ കുറച്ച് മണ്ണുള്ള കാരണം അത് ഹാർഡായി. അതിൽ നമുക്ക് മണ്ണ് ചെറിയ കവറായ കാരണം നമുക്ക് മണ്ണിളക്കി കൊടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക്. അപ്പോൾ അത് ഇത്തിരി പ്രശ്നത്തിലാണ് നിൽക്കുന്നത് പുതിന. അങ്ങനെ ഇത് പിന്നെ ഒരു എപ്പീഷ്യം ഇതുപോലെ കവറിൽ നട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എപ്പീഷ്യം അതും ഒരു കൂട്ടുകാരി തന്നെയാണ്. എപ്പീഷ്യം ഇപ്പോൾ ബുഷായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതില്ലാത്തൊരു കളറാണ് എപ്പീഷ്യം. ഇത് പക്ഷേ ഹാങ്ങിങ് ആണ്. എന്നാലും എൻ്റെ ഹാങ്ങിങ് ചട്ടികളൊക്കെ തീർന്നു. അന്ന് ഒരു ഡസൻ മേടിച്ചതാണ്. അന്ന് ചേട്ടൻ പറഞ്ഞാണ് 2 ഡസൻ മേടിക്കാനായിട്ട്. പക്ഷേ ഞാൻ ഇത്രയും ചെടി ആവുമെന്ന് ഞാൻ ഓർത്തില്ല. അങ്ങനെ ഇനി എന്തെങ്കിലും പോകുമ്പോൾ വാങ്ങിക്കാനേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ പരിസരത്തൊക്കെ ചട്ടിക്ക് നല്ല വില കൂടുതലാണ്. അത് ഞങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ ചട്ടിക്ക് വില കുറവാണ് കേട്ടോ. ഇതും ഒരു ഹാങ്ങിങ് ചെടിയാണ്. ഇതും ഇങ്ങനെ തന്നെ നട്ടുവെക്കുകയാണ്. എന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും മാർക്കറ്റിൽ പോകുമ്പോഴാണ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് അത്രയും വില കുറവിന് കിട്ടുകയുമില്ല. നല്ല ചട്ടിയും കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഇതൊക്കെ നട്ട് വെച്ചിട്ട് നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ എന്തെങ്കിലും ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണമല്ലോ. അങ്ങനെ മണ്ണൊക്കെ ഇട്ട് വെള്ളമൊക്കെ തെളിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ തെളിച്ച് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഇത് കടക്ക് ഇത്തിരി മണ്ണും വെള്ളമൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ മണ്ണും ഇട്ട് വെള്ളം എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പയറിൻ്റെ വിത്ത് ചേട്ടൻ ഒരു 4 എണ്ണോട്ട് നട്ടത് മുളച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഈ കവറിലോട്ട് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലോട്ട് ചെറിയ കുഴികളുണ്ട്. അതിലോട്ട് ഞാൻ വീണ്ടും പയറിൻ്റെ ഈ നീണ്ടു കിടക്കണ പയറില്ലേ, വള്ളിപ്പയർ, അതിൻ്റെ വിത്ത് പാകിയിട്ടുണ്ട്. അതും മുളക്കൊന്ന് പ്രതീക്ഷിക്കാം. ഇത് ചേട്ടൻ കൊണ്ടുവന്ന ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ചെടിയാണ്. അതും പിന്നെ അത് വാഴക്കൊല ഞങ്ങളുടെ റോബസ്റ്റ് മൂക്കാറായിട്ടില്ലെന്നാണ്. പിന്നെ ആളൊരു റോസയുടെ കൊമ്പ് കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ അങ്ങനെ തന്നെ നട്ട് വെച്ച് ഇലയൊന്നും കളയാണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ കവറിലെന്ന് പറഞ്ഞാൽ ഇഷ്ടം, ചട്ടി കൊണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. എനിക്കത് പിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ
ഞാനത് ആ നട്ട കൊമ്പ് ഇങ്ങോട്ട് മുറിച്ചെടുത്തില്ല, അല്ലാത്ത മുകളിൽ നിന്ന് 2 പീസാക്കി ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് ഈ കവറിലോട്ട്, ചെറിയ കവറിലോട്ട് നട്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് നല്ല പണിയുള്ള ദിവസമാണ്. ഇതൊക്കെ നട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ചെറിയൊരു കുഞ്ഞു പൂന്തോട്ടമുണ്ടല്ലോ, അതിലൊന്ന് അറേഞ്ച് ചെയ്യാനൊക്കെ നിൽക്കണമായിരുന്നു. നല്ല വർക്കായിരുന്നു ഇന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് വൈകുന്നേരം ആയപ്പോഴൊക്കെ നല്ല അവശതയായി. പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാത്രി നല്ല സുഖമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും മണ്ണിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ, നമ്മുടെ മമ്മട്ടിയും കൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും പണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. കിടക്കേണ്ട താമസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും മണ്ണിലൊക്കെ പണിയെടുക്കുകയാണ് നല്ലത്. നമ്മുടെ സുഖനിദ്രയ്ക്ക് അത് ഏറ്റവും നല്ല മരുന്നാണത്.